ഹായ് എവ്രിവൺ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ തന്നെ ഫാമിലിയുടെ ഒരു ഭാഗമായിരുന്ന പങ്കജാസൂരിലെ എക്സ് സ്റ്റുഡൻ്റ് ആയിരുന്ന ഡോക്ടർ കാവ്യ മാഡം ആണ്. മാമിൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം നമുക്ക് ഒരു കുഞ്ഞു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്. മാമിൻ്റെ മോൻ ആളുടെ ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു. അപ്പോൾ കുഞ്ഞിന് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് മാം നമ്മൾക്ക് പറയും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസും കുട്ടിയുടെ കാര്യങ്ങളോ വിശേഷങ്ങളെ പറ്റി പറയാനായിട്ട് നമുക്ക് മാമിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഹായ് മാം. ഹായ്. മാമിൻ്റെ ആദ്യത്തെ ഡെലിവറി ആയിരുന്നു അല്ലേ? ഡെലിവറി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഡെലിവറി എക്സ്പീരിയൻസ് വളരെ നന്നായിരുന്നു. അവിടുത്തെ ടേക്ക് കെയർ നഴ്സിംഗ് എല്ലാവരും ലേബർ റൂം എല്ലാവരും വാർഡും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. നെക്സ്റ്റ് ഡേ തന്നെയായിരുന്നു സി സെക്ഷൻ ആയിരുന്നു. സി സെക്ഷൻ തന്നെയാണ് ഓപ്റ്റ് ചെയ്തത്. അങ്ങനെ സി സെക്ഷൻ തന്നെയായിരുന്നു. എല്ലാ രീതിയിലും അവിടുത്തെ നഴ്സുമാരായിക്കോട്ടെ, സിസ്റ്റർ ആയിക്കോട്ടെ, പുഷ്പ സിസ്റ്റർ ആയിക്കോട്ടെ, എല്ലാവരും നല്ലൊരു ടേക്ക് കെയറിംഗ് ആയിരുന്നു. മാമായി ഷബ്ന മാമിനെ കാണിച്ചത്. മാമിനെ പേഴ്സണലി എനിക്ക് മാം തന്നെ വേണം കാണിക്കണം എന്നുള്ള ഇതുള്ളതുകൊണ്ട് പുറത്തായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെ മാമിനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ അന്നത്തെ ആ ഒരു ടൈമിങ് വളരെ ഫാസ്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ വിത്തിൻ എന്താ പറയാ മിനിറ്റിനുള്ളിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. അതിന് മുന്നേ ഉള്ള കൺസേൺ കാര്യങ്ങൾ, അനസ്തേഷ്യ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, പലരും ഒരുപാട് OT-ലുള്ള കുറെ ഓപ്പറേറ്റേഴ്സ് അവര് അങ്ങനെ എല്ലാവരും നല്ല രീതിയിലുള്ള ഇതായിരുന്നു. നമുക്കൊരു പാനിക്കോ ഒന്നും തോന്നിയില്ലായിരുന്നു. അപ്പൊ എന്താണ് എന്നുള്ളത് നമ്മൾ ഒരു പ്രൊസീജിയർ എന്നുള്ളത് അറിയാമെന്നുള്ളെങ്കിൽ എന്താ പറയാ ഒരു രീതിയിൽ നമ്മൾ ടെൻഷൻ ആവേണ്ട ഇതേ ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഓക്കെ. ആളുടെ കേസിൽ കുറച്ച് പേടിച്ചു അല്ലേ? അത് കഴിഞ്ഞിട്ട് കാരണം ഹെർണിയ എന്നുള്ളൊരു ഇത് വന്നു. ഹെർണിയ ആണോ എന്താ ആദ്യം ഹെർണിയ എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല, പിന്നെയാണ് ഹെർണിയ അറിഞ്ഞത്. പക്ഷെ അതൊരു ഇത്രയും ഒരു എമർജൻസി ആയിട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതും നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. പിന്നെയാണ് നമ്മൾ അജയ്കുമാർ സാറിന് കൺസൾട്ടേഷൻ അത് വരുന്നതും അങ്ങനെയാണ് സാർ നമുക്ക് എത്രയും വേഗം എന്നുള്ളത്. അപ്പോഴും ഓക്കെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം, കാരണം ന്യൂ ബോൺ ആയതുകൊണ്ട് പിന്നെ കുഞ്ഞല്ല, അപ്പൊ അതിന്റെ ഒരു ടൈം നമുക്ക് നോക്കാം എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് റിവ്യൂവിലാണ് സാർ പറഞ്ഞത് എമർജൻസി ആയിട്ട് നമുക്ക് എത്രയും വേഗം ചെയ്ത് ഇതാവണം എന്നുള്ളത്. കുഞ്ഞിന്റെ സർജറി ചെയ്ത അജയ്കുമാർ സാറായിരുന്നു. അതെ. ഓക്കെ. സാറും പിന്നെ ഡോക്ടർ സജീഷ് സാറുമായിരുന്നു നമ്മുടേത്. 13 ദിവസം നമുക്കൊരു കുഞ്ഞിന് ഒരു മേജർ സർജറി ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിൽ നമ്മൾ റിസ്ക് എടുത്ത് നമുക്ക് ചെയ്യാം എന്നുള്ള കോൺഫിഡൻസ് വന്നത് തന്നെ മെയിൻ കാരണം അജയ്കുമാർ സാർ തന്നെയാണ്. സാറിന്റെ കൂടെ ഓപ്റ്റ് ചെയ്തിട്ട് നമ്മൾ സജീഷ് സാറും കൂടിയിട്ട് ചെയ്ത്, കാരണം അനസ്തേഷ്യ എന്നുള്ളതും വളരെ ഈ ഒരു പ്രായത്തിൽ അത് വലിയൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പൊ അതിനെയും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് ഏറ്റവും എന്താ പറയുക നമുക്ക് പിന്നെ പറയാൻ വാക്കുകളില്ല. കാരണം അത് കഴിഞ്ഞിട്ടും അവരത് ആ ടൈം എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയും ഭയങ്കര ഒരു കംഫർട്ടായിട്ട് അത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മുടെ അടുത്തത് പറഞ്ഞത്. കാരണം ഇങ്ങനെയാണ് അതിന്റെ കോംപ്ലിക്കേഷൻ എല്ലാ രീതിയിലും. സോ ആ ഒരു ടീം തന്നെ എന്താണെന്ന് വെച്ചാൽ എന്താ പറയാ നമുക്ക് ഇപ്പൊ പിഞ്ചു കുഞ്ഞിന് വരെ നമുക്കൊന്നും പേടിക്കാതെ തന്നെ നമുക്കതിനെ ആർക്കാണ് ഈ കണ്ടീഷൻ എന്നുള്ളത് ഒരു പാനിക്കോ ആവാതെ തന്നെ നമുക്ക് പറയാം. സാറിനോടായിരുന്നല്ലേ കുഞ്ഞിന്റെ കാര്യം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അപ്പോഴത്തെ ഒരു മനസ്സിലൊക്കെ? കൊച്ചു ജനിച്ച സന്തോഷം എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാതെ ഒരുതരം പാനിക്, ഒരു ടെറിഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പോൾ പക്ഷെ സാറോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ സാറ് തന്നൊരു കോൺഫിഡൻസ് ഭയങ്കര കൂടുതലായിരുന്നു. സാറ് ആ സംസാരിക്കുന്ന ഓരോ വാക്കിലും ആ എക്സ്പീരിയൻസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ഇതിൽ ഏറ്റവും വലിയ റിസ്ക് വരാൻ പോകുന്നത് ഈ കൊച്ചിന് അനസ്തേഷ്യ കൊടുക്കുന്ന പാർട്ടാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെ അനസ്തേഷ്യ അത്രയും കറക്റ്റ് ആയിരിക്കണം, അത്രയും എക്സ്പീരിയൻസ്ഡ് ഹാൻഡിലായിരിക്കണം. ഇപ്പം തന്നെ സാറ് ഡോക്ടർ സജീഷ് സാറിനെ കമ്മ്യൂണിക്കേറ്റ് എൻ്റെ മുന്നിലിരുന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ 2 പേരും കാരണമാണ് ഇന്നിപ്പോൾ നമുക്കത് ചിരിച്ച് സന്തോഷിച്ച് സമാധാനത്തോടു കൂടി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് കൊണ്ടുപോകും.